ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സിൽ കുറേ പ്രത്യേകതകളുണ്ട്. ശരിക്കും ഇന്ത്യ റഷ്യ മീറ്റിംഗ്, അതായത് വ്ളാഡിമിർ പുടിൻ ഡൽഹി വരികയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നിർണായകമായിട്ടുള്ള ഡെവലപ്മെന്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഇന്ത്യയുടെ കറൻസി മൂല്യം 90.16 എന്നുള്ള അവസ്ഥയിൽ എത്തിപ്പെട്ടതിൻ്റെ കാരണമൊക്കെ ഈ റഷ്യ ഇന്ത്യ സമ്മിറ്റ് തന്നെയാണ്. ഇത് ഇത്രത്തോളം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തള്ളിയിരിക്കുകയാണ്. അതായത് ഇൻവെസ്റ്റേഴ്സിലേക്ക് നമ്മളല്ല മാറ്റി നിർത്തുന്നത്, ഇൻവെസ്റ്റേഴ്സ് സ്വമേധയെ മാറി നിൽക്കുകയാണ്. കാരണം റഷ്യ ഉക്രൈൻ യുദ്ധം മാത്രമാണ് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ യുദ്ധങ്ങളിൽ ഒന്നായിട്ട് കരുതിക്കൊണ്ട് മറ്റുള്ള മേഖലകളിൽ എന്ത് യുദ്ധം നടന്നാലും അതൊരു വിഷയമേ അല്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ വെസ്റ്റേൺ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വെസ്റ്റേൺ രാജ്യങ്ങളിലെ കമ്പനികൾ, അതായത് അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള അമേരിക്കയും കൂടി ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു കളിയാണ്. ആ കളിയുടെ ഭാഗമാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യക്കുള്ളിൽ കുറയുന്നതും അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇച്ചിരി ചെറിയ തോതിൽ സ്ലിപ്പാകുന്നതും. അതിന് കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഇത്രമാത്രം 8.2 വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയിട്ടും നമ്മളുടെ വളർച്ചാ നിരക്കിനെ അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥയില്ല. അതിന് ചില ലൊട്ടിലൊടുക്ക് ന്യായവിദ്യകളൊക്കെ കൊണ്ടുവരികയാണ്. അതായത് നിങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള മെട്രിക്സ് പ്രകാരമാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ ഇന്ത്യക്കുള്ളിൽ നമ്മൾ ഇത്രമാത്രം റവന്യൂ ജനറേറ്റ് ആവുന്നുണ്ട്, ഇത്രമാത്രം ആൾക്കാരുടെ കയ്യിൽ നിന്നും പണം റൊട്ടേറ്റ് ആയിട്ടുണ്ട്, നമ്മൾ പർച്ചേസ് നടത്തിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള ഫിഗറാണ്. അതുകൊണ്ട് തന്നെയാണ് IMFന് എന്താണ് അത്രമാത്രം ഈ ഫിഗറിലുണ്ടായ വ്യത്യാസം എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തത്. കാരണം ഫിഗറിൽ വ്യത്യാസമില്ല, മെട്രിക്സ് അതിന് പകരമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് മെട്രിക്സിന്റെ ഡേറ്റ റിലയബിൾ ഇല്ല എന്നുള്ള രീതിയിലുള്ള ചില വിദണ്ഡാവാദങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. അല്ലാതെ പ്രോപ്പറായിട്ടും IMF ഇത്രത്തോളം ലോകത്ത് ഭയങ്കരമായിട്ടുള്ള ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്ലിയർ ആയിട്ടുള്ള ഡേറ്റ അവർക്ക് പുറത്തുവിടാൻ പറ്റത്തില്ലേ? ഇതാ ഇന്ത്യയുടെ വരുമാനത്തിന്റെ കണക്ക് ഇതാണ്, GDPയുടെ അവരുടെ യഥാർത്ഥ ഗ്രോത്ത് ഇതാണ്, അവർക്ക് പറയാൻ പറ്റത്തില്ലേ? പറയാൻ പറ്റും. പക്ഷെ അവരത് ചെയ്യില്ല. കാരണം എന്താണ്? ഇന്ത്യക്കുള്ളിൽ ഈ ഗ്രോത്ത് ഉണ്ട്, അത് ഡൊമസ്റ്റിക് ആണോ ഇല്ലയോ എന്നുള്ളതിൽ മാത്രമാണ് അവിടെ ചർച്ച. അല്ലാതെ വേറെ ഒരു പോയിന്റ് അവിടെ ചർച്ച ചെയ്യേണ്ടതില്ല. ബാക്കിയെല്ലാം ഇന്ത്യയിൽ ഓക്കെയാണ്. അതായത് കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ പുറത്തുവിട്ട GDP നിരക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഓക്കെയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം അല്ലാതെ പുതിയ പുതിയ ചില ഉഡായിപ്പ് നയങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുന്നത് തന്നെ പ്രത്യേകിച്ച് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വെസ്റ്റേൺ രാജ്യങ്ങളുടെ വിയോജിപ്പ്, അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പർപ്പസ്ഫുള്ളി പ്ലാൻ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്നുള്ള നിലയിലേക്കുള്ള തീരുമാനങ്ങൾ, അതാണ് അവരെടുക്കുന്നത്. അപ്പോൾ എനിവേ അതൊരു സൈഡിൽ നിൽക്കെ ഈ കറൻസി മൂല്യം ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫോറിൻ കറൻസി വിറ്റഴിച്ചുകൊണ്ട് നമ്മളുടെ കയ്യിലുള്ള ഫോറിൻ റിസർവ് കറൻസി ആയിട്ടുള്ള US ഡോളർ വിറ്റഴിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ കറൻസിയെ പിടിച്ചു നിർത്താൻ സാധിക്കും. പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല. അതിന് കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ റഷ്യയുമായിട്ട് നടത്താൻ പോകുന്ന ഡീലിങ്സ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു തരത്തിലുള്ള ഡീലിംഗ് ആണ്. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്, അതായത് റഷ്യയുടെ ക്രെംലിന്റെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള ദിമിത്രി പെസ്കോവ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഞങ്ങൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ യാതൊരുവിധ ഇന്റർഫിയറൻസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്നതല്ല, മറിച്ച് റഷ്യ ന്യൂഡൽഹിയുമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് അതിന് വേണ്ടിയിട്ടാണ് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അമേരിക്കയെ വലുതായിട്ട് ചർച്ചയ്ക്കെടുക്കാനൊന്നും റഷ്യ തയ്യാറല്ല. കാരണം റഷ്യയും അമേരിക്കയും തമ്മിൽ ചേർന്ന് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ബാക്ക് ഓഫീസ് പ്ലാനുകളൊക്കെ വേറെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ചൈനയാണ്. ചൈനയെ നമ്മൾ വളരെയധികം ഇവിടെ സൂക്ഷിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ചൈന ഒരു വിയോജിപ്പ് അവർക്കുള്ളിലുണ്ട്, ആ ഒരു വിയോജിപ്പ് അവർ കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കറൻസി മൂല്യം ഇന്നലെ ഇടിവ് രേഖപ്പെടുത്തുന്ന പറഞ്ഞാൽ ഇന്ത്യയുടെയും ജപ്പാന്റെയും കറൻസി മൂല്യങ്ങൾ ഇച്ചിരി ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് റുപ്പി ഈ രീതിയിൽ താഴോട്ട് പോകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ റഷ്യ ഇന്ത്യ ടൈപ്പ് തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. ഇവിടെ നോക്കുന്നത് ജപ്പാന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ജപ്പാനെയും നോർത്ത് കൊറിയയും കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ട്രംപ് പറഞ്ഞത്, അത് ഇന്നലെ രാവിലെ തന്നെയാണ് പറഞ്ഞത്. ആ സ്റ്റേറ്റ്മെന്റ് ഞാനിവിടെ വെക്കാൻ നിങ്ങൾ കേട്ടോളൂ. അതായത് അമേരിക്കയെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്ന 2 സുഹൃത്ത് രാജ്യങ്ങൾ എന്നുള്ള നിലയിലാണ് ജപ്പാനെയും നോർത്ത് കൊറിയയും, ഞാൻ പേരൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ട്രംപ് പറഞ്ഞത്. And countries that were ripping us off, including allies, but they were ripping us off for years. I won't use the names. I won't mention Japan. I refuse to mention South Korea. I will not mention names. But they were ripping us off like nobody's ever been ripped off before, and taking horrible advantage of your country. But now we're making a lot of money. We're making a lot of money because of the tariffs that are pouring in, and it's really national security. അപ്പം അതുകൊണ്ടാണ് ഇന്നലെ ജപ്പാന്റെ മാർക്കറ്റിൽ ഇച്ചിരി ഇടിവ് രേഖപ്പെടുത്തിയത്. അതൊക്കെ തിരിച്ച് കയറി വരാത്ത ഒരവസ്ഥയൊന്നും ഇതേപോലത്തെ സിറ്റുവേഷൻസ് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. എനിവേ ഇപ്പം റുപ്പിയുടെ വിഷയത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ തീർച്ചയായിട്ടും റുപ്പി റിക്കവർ ആവും, ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിലുള്ള പെർഫോമൻസിലേക്ക് തിരികെ വരും. അതൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അമേരിക്കയ്ക്കും വെസ്റ്റേൺ രാജ്യങ്ങൾക്കും എതിരെയുള്ള നടപടി, എസ്പെഷ്യലി നാറ്റോ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം കൂടി ഒരുമിച്ചിരുന്നാണ് ശരിക്കും പറഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധം ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ
റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് അവർ വളരെ ഓപ്പൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിന് ഇന്ത്യക്ക് മേളിൽ എന്തെല്ലാം സമ്മർദ്ദങ്ങൾ ഇടാൻ പറ്റുമോ ആ രീതിയിലുള്ള സമ്മർദ്ദങ്ങളൊക്കെയാണ് അവർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ഇന്ത്യയുടെ GDP, ഇന്ത്യയുടെ ഗ്രോത്ത്, ഇന്ത്യയുടെ ആനുവൽ റവന്യൂ ഇതുമായിട്ടൊന്നും ഇതിനെ കൂട്ടിക്കുഴച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ ഒരു റുപ്പിയുടെ വീഴ്ച എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് ഇപ്പം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ, ഡൽഹിയിൽ റഷ്യൻ കൊടി പാറുന്നു, ആ റഷ്യൻ കൊടി ഡൽഹിയിൽ പാറിപ്പറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യയുടെ കറൻസി മൂല്യം താഴോട്ട് പോയിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമാണ്, അതിൽ യാതൊരു മാറ്റമില്ല. ഇനി റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഡീലിങ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് റഷ്യയുടെ വാർപ്ലെയിൻ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഫൈറ്റർ ജെറ്റ് അത് തന്നെയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇന്ത്യ അതിൽ വളരെ നിർണായകമായിട്ടുള്ള സ്റ്റെപ്പ് എടുക്കും. ആ സ്റ്റെപ്പ് എടുക്കുന്നതാണ് തികച്ചും അമേരിക്കയ്ക്കും വെസ്റ്റേൺ രാജ്യങ്ങൾക്കുമുള്ള കലിപ്പ്. ഫ്രാൻസിന്റെ റഫേൽ ഫൈറ്റർ ജെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതിനെ യൂറോപ്പിനോട് നിങ്ങൾക്ക് കൂട്ടിക്കെട്ടാം. അതുപോലെ തന്നെ F-35 ഒരു ഓഫർ നമ്മളുടെ തലയ്ക്ക് മുകളിൽ നിൽപ്പുണ്ട്. അമേരിക്ക F-35 വെച്ച് നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യയ്ക്ക് തന്നെ F-35 കൊടുക്കേണ്ട സാഹചര്യമാണ് അമേരിക്കയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇന്ത്യയെ ഒരു വെറുതെ വിടുവോ? തീർച്ചയായിട്ടും ഇന്ത്യയും അവരുടെ ഓപ്ഷനിൽ ഒന്നായിട്ട് തന്നെയാണ് അവർ കരുതിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അതായത് ഈ മൊമെന്റ് വരെ അങ്ങനെ തന്നെയാണ് കരുതിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഈ ശ്രമം. ഇപ്പം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ ഒരു പൊട്ടൻഷ്യൽ കാണിക്കുകയാണ്. ലുക്ക് ഇന്ത്യ, ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റുപ്പിയെ ഈ രീതിയിൽ താഴ്ത്തി കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജാണ് അവർ തരുന്നത്. ആ മെസ്സേജ് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അത് റീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് വേണ്ടത്. അതിന് പകരം റുപ്പി താഴോട്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, ലെറ്റ്സ് സേ പോട്ടെ, പോയിട്ട് കയറി വരും, അത്രേ ഉള്ളൂ. അത്ര സിമ്പിളാണ് കാര്യങ്ങൾ. എനിവേ, ഇപ്പം ഇന്ത്യയും റഷ്യയും തമ്മിലാണെങ്കിൽ എക്കണോമിക് മേഖലയാണ് ഏറ്റവും കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കരാറുകളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇതിനകത്ത് സൈൻ ചെയ്യാൻ പോകുന്നത്. നാളെ ഏതാണ്ട് മെയിനായിട്ട് പറയാനുള്ള കാര്യം വെച്ചാൽ ഇപ്പം ഈ ഒരു ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡീല് അത് കഴിഞ്ഞാൽ ഈ മൊഡ്യൂലാർ ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഈ മൊഡ്യൂലാർ കിച്ചൺ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് മൊഡ്യൂലാർ കിച്ചൺ? അടുക്കള പണിയുമ്പോൾ ജസ്റ്റ് ഒരു റൂം മാത്രം പണിതിട്ട് അങ്ങ് പോകും. പിന്നെ കിച്ചൺ നമ്മൾ അഡീഷണൽ ആയിട്ട് റെഡിമെയ്ഡ് ആയിട്ട് കൊണ്ട് അവിടെ ഫിക്സ് ചെയ്യാണ്. അതിനാണ് മൊഡ്യൂലാർ കിച്ചൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ മൊഡ്യൂലാർ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഈ ഒരു ടെക്നോളജി റഷ്യ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് സെർവ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അത്യാവശ്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് സിവിൽ ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ് മാത്രമല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ആർമിയിലും കൂടി വളരെയധികം ഉപകാരപ്രദമാകുന്ന വിഷയമാണ്. അത് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഉപകരണങ്ങൾ, ഫോർ എക്സാമ്പിൾ AI ക്യാമറ, ഫുൾ ടൈം അതിന് പവർ സപ്ലൈ വേണം. അതുപോലെ ലേസർ വെപ്പൺ, ഡ്രോൺ ഡിറ്റക്ട് ചെയ്ത് ഇന്റർസെപ്റ്റ് ചെയ്ത് കളയാൻ ശേഷിയുള്ള ആ ഒരു ഡ്രോണിനെ ഇന്ററപ്റ്റ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം, അതൊക്കെ ലേസർ ടെക്നോളജിയാണ്. ഈ ലേസർ ബീം കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിനെന്താണ് വേണ്ടത്? പവർ സപ്ലൈ വേണം. നമ്മൾ ഓൾറെഡി തന്നെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഡേറ്റാ സെന്റർ, ബിഗ് മെഗാ ഡേറ്റാ സെന്റേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനൊക്കെ 24/7 നമുക്ക് പവർ സപ്ലൈ വേണം. അപ്പോൾ എനർജി എവിടെ നിന്നാണ്? അപ്പോൾ എനർജിയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇനി ഇന്ത്യക്കുള്ളിൽ വളരെയധികം വർദ്ധിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് എനർജി ഉൽപ്പാദിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ നമ്മളിപ്പം ഈ മൊഡ്യൂലാർ പവർ പ്ലാന്റുകൾ ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങൾ, അതേപോലെ ഓസ്ട്രേലിയ, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഈ ടെക്നോളജി വാങ്ങിക്കുന്നതിന് പകരം നമ്മൾ റഷ്യ എടുത്ത് വാങ്ങിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള വിയോജിപ്പുകൾ യൂറോപ്യൻ രാജ്യങ്ങൾ രേഖപ്പെടുത്തും. അവർ പറയും ഇത് റേഡിയേഷനാണ്, ആനയാണ്, ചേനയാണെന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ഇത് വാങ്ങിച്ചേ മതിയാവും. കാരണം ഈ ന്യൂക്ലിയറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ റഷ്യ ഇപ്പോഴും ഡോമിനേറ്റഡ് തന്നെയാണ്. അതിൽ യാതൊരു മാറ്റമില്ല. അമേരിക്ക എടുത്ത് ഈ ടെക്നോളജി ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അമേരിക്ക ഒരു ന്യൂക്ലിയർ പവർ അല്ല എന്നും അല്ല പറയുന്നത്. പക്ഷേ കമ്പയർ വിത്ത് റഷ്യ പണ്ട് മുതലേ ചെർണോഫിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ രീതിയിൽ പണ്ട് മുതൽക്കേ അവർ ഈ ഒരു വിഷയത്തിൽ ഭയങ്കര അഗ്രഗണ്യരാണ്. അതിൽ യാതൊരു മാറ്റമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം റഷ്യ ഒരു ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻ ഇപ്പം കമ്മീഷൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലൊരു മിസൈൽ സിസ്റ്റം ഉണ്ട്. അത് ബുലേവ മിസൈൽ എന്നാണ് വിളിക്കുന്നത്. ഈ ബുലേവ മിസൈൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് അല്ലറ ചില്ലറ മിസൈലൊന്നുമല്ല. അത് ശരിക്കും പറഞ്ഞാൽ SLBMന് ഈക്വൽ ആയിട്ടുള്ള മിസൈൽ തന്നെയാണ്. ഇത് ഒരു ICBM കൂടിയാണ്, ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ കാറ്റഗറിയിൽ വരുന്നതാണ്. 36 ടൺ ആണ് ഇതിന്റെ ഭാരം എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് സബ്മറൈൻ സബ്മർജ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ ഇത് വിക്ഷേപിക്കാൻ കഴിയും. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ അത്രത്തോളം പവർ ഉണ്ട് അതിന്. ഇത് സാധാരണ ഒരു SLBM പോലെയോ അല്ലെങ്കിൽ സാധാരണ ഒരു ICBM പോലെ അല്ല ഇത് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ നോസ് ഹെഡിൽ ഏതാണ്ട് 10ലധികം മിസൈലുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഇതിനകത്ത് ഡീകോയ് പോലത്തെ ഡമ്മി മിസൈൽസും ഇതിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ ഈ ഒരു മിസൈൽ വന്നാൽ തന്നെ, ഈ ബുലേവ മിസൈലിൽ ഒരെണ്ണം വന്നാൽ തന്നെ 10-15 സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിലുപരിയായിട്ട് ഇതിന്റെ മെനൂവർ എന്ന് പറഞ്ഞാൽ സാധാരണ മിസൈലുകൾക്കെല്ലാം തന്നെ ഗ്രാവിറ്റിക്കെതിരെ പോകുമ്പോഴാണ് ഇതിന്റെ മെനൂവറിംഗ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ആയിക്കോട്ടെ, അതേപോലെ SLBM ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ മുകളിൽ നിന്ന് താഴോട്ട് ഗ്രാവിറ്റി മെഷർ ചെയ്താണ് താഴോട്ട് വന്ന് പതിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ടാർഗറ്റ് ലോക്ക് ചെയ്ത് മുകളിൽ നിന്നും താഴോട്ട് വരുന്ന സമയത്ത് മെനൂവറിംഗ് ഉണ്ടാവില്ല. അത് ഫുൾ ആൻഡ് ഫുൾ ഗ്രാവിറ്റി കൺട്രോളിൽ മാത്രമാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്പീഡും കാര്യങ്ങളൊക്കെ അത് പ്രീ ഓർഗനൈസ്ഡ് ആയിട്ട് സെറ്റ് ചെയ്താണ് വരുന്നത്. പക്ഷേ അതേസമയം ഈ ഒരു ബുലേവ മിസൈലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നോസ് ഹെഡിന്റെ ഉള്ളിൽ 10 വാർ ഹെഡുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ 10 വാർ ഹെഡുകളിലും ഈ ചെറിയ രീതിയിൽ ഫ്യൂവലിംഗ് ഉണ്ട്.
ഈ ഫ്യൂവലിംഗ് എന്ന് പറഞ്ഞാൽ ഇത് താഴോട്ട് വരുമ്പോഴും ഇതിനെ മെനൂറിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതെന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം, അത് സാധാരണ ഒരു ബാലിസ്റ്റിക് മിസൈൽ വരുന്നതെന്ന് പറഞ്ഞാൽ തന്നെ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ മിനിമം 4 ഇന്റർസെപ്റ്റേഴ്സ് മിസൈലുകൾ കൊടുക്കണം. കുറഞ്ഞ പക്ഷം 2 എണ്ണം, മാക്സിമം 4 എണ്ണം. എന്നാൽ മാത്രമേ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്ത് കളയാൻ സാധിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇങ്ങനെ താഴോട്ട് വരുന്ന സമയത്തും ഇതിന് മെനൂറിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, ഇതിന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു മിസൈൽ വിടുമ്പോൾ തന്നെ അതിന്റെ ഉള്ളിൽ 10 മുതൽ 15 വാർഹെഡുകൾ ഇൻക്ലൂഡിംഗ് ഡീകോയ്, ഡമ്മി മിസൈലുകൾ ഉൾപ്പെടെ അതിനകത്തുണ്ടെന്ന് വെച്ചോ. അപ്പം ഇത് ഇന്റർസെപ്റ്റ് ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതേപോലെ ഒരു 10 എണ്ണം ഇടുന്നെങ്കിൽ അപ്പൊ ഇതേപോലത്തെ 14 മിസൈലുകളാണ് ഇൻഡാക്ട് ചെയ്തിരിക്കുന്നത് ഈ സബ്മറൈനിൽ. അപ്പൊ ഈ 14 എണ്ണം വരുമ്പോഴത്തേക്കും എന്താണ് അവസ്ഥ? ഈ 14 എണ്ണം വരുമ്പോഴത്തേക്കും മിനിമം ഒരു 250 to 300 ഇന്റർസെപ്റ്റർ മിസൈൽ അയക്കേണ്ടി വരും. ഇന്റർസെപ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ സക്സസ് റേറ്റ് വളരെ കുറവായിരിക്കും. കാരണം ആ രീതിയിൽ, കാരണം താഴോട്ട് വരുമ്പോഴും ഇതിന് മെനൂവറിംഗ് ഉണ്ട്. ആ രീതിയിലുള്ള മിസൈലുകളാണ് റഷ്യ ഇപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു വെച്ചത്. റഷ്യക്കുള്ളിലും R&D വർക്കുകൾ പലതും നടക്കുന്നുണ്ട്. പല രീതിയിലുള്ള മോഡേണൈസ്ഡ് വെപ്പൺ അവർ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിത് ചെറിയൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിലുപരിയായിട്ട് ഇന്ത്യക്കുള്ളിൽ നടക്കാൻ പോകുന്ന എഗ്രിമെന്റുകൾ, മെയിനായിട്ടും എക്കണോമിക് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ സഹകരണ കരാറുകൾ തയ്യാറാകുമ്പോൾ ഇതിനകത്ത് 10 ഇന്റർ ഗവൺമെന്റൽ എഗ്രിമെന്റ്സ്, അതായത് 2 സർക്കാരുകൾ തമ്മിലുള്ള എഗ്രിമെന്റ് 10 എണ്ണം. അത് കൂടാതെ 15 കമേഴ്ഷ്യൽ എഗ്രിമെന്റ്, 15 കമേഴ്ഷ്യൽ ബിസിനസ് പരമായിട്ടുള്ള 15 കമേഴ്ഷ്യൽ എഗ്രിമെന്റും കൂടി തയ്യാറാകുന്നു. ഇത് അതായത് ഈ എഗ്രിമെന്റുകളും കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ടേബിളിൽ റെഡി ആയിട്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇതിനകത്ത് എനർജി, ന്യൂക്ലിയർ കോപ്പറേഷൻ, ഡിഫൻസ് കോ പ്രൊഡക്ഷൻ, ജോയിന്റ് മിലിറ്ററി എക്സസൈസ്, അത് റഷ്യയുടെയും ഇന്ത്യയുടെയും ഡിഫൻസ് താവളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത കൂടിയുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് വേണ്ടി വന്നാൽ റഷ്യയുടെ താവളങ്ങൾ ഇന്ത്യക്ക് ഉപയോഗിക്കാനും അതേപോലെ ഇന്ത്യക്കുള്ളിലുള്ള മിലിറ്ററി ബേസുകൾ റഷ്യക്ക് ഉപയോഗിക്കാനും കൂടി സാഹചര്യം ഒരുക്കുന്ന രീതിയിലാണ് അത്രമാത്രം സഹകരിച്ചുകൊണ്ടുള്ള എഗ്രിമെന്റുകളാണ് തയ്യാറാവുന്നത്. അത്രമാത്രം പരസ്പര സഹകരണത്തോടുള്ള ഒരു എഗ്രിമെന്റ് ആണ് തയ്യാറാകുന്നത്. റഷ്യക്കും ഇന്ത്യക്കും അങ്ങനെ പരസ്പരം മാറ്റി ഉപയോഗിക്കേണ്ട സാഹചര്യം രൂപപ്പെടുന്നില്ല. പക്ഷേ എന്നാലും ഈ രീതിയിലുള്ള ഒരു ട്രസ്റ്റ് അവിടെ ഡെവലപ്പ് ആവുകയാണ്. അപ്പം അങ്ങനെ മാക്രോണ്ടതായിട്ടുള്ള ഒരു കപ്പാസിറ്റിയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ എന്നാലും ഇപ്പം ഇന്ന് തൊട്ട് തന്നെ ശരിക്കും ഇന്ത്യ തമ്മിലിനി ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇത് ഏത് രീതിയിൽ US-ഇന്ത്യ റിലേഷൻസ്, US-യൂറോപ്യൻ യൂണിയൻ റിലേഷൻസ് ഇതിനെയൊക്കെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ, ഇന്ത്യയുടെ അപ്കമിംഗ് മൾട്ടിലേറ്ററൽ ഫോറിൻ പോളിസി എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ആശങ്കകളൊക്കെ പല രാജ്യങ്ങൾക്കുമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇന്ത്യയുടേതായിട്ടുള്ള നിലയിൽ തന്നെയാണ് തുടരും. ഇപ്പോൾ ഈ പുടിൻ ഇന്ത്യ സന്ദർശിച്ചത് കൊണ്ട് ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് എടുക്കുന്ന നിലപാടിലൊന്നും ഒരു മാറ്റം വരാൻ പോകുന്നില്ല. പക്ഷെ അത് വെസ്റ്റേൺ രാജ്യങ്ങൾ അത് അംഗീകരിക്കില്ല. കാരണം അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ റഷ്യയെ ഒറ്റപ്പെടുത്തുക എന്നുള്ള രീതിയിലാണല്ലോ. അമേരിക്കയുടെ മാർക്കോ റൂബിയോ തന്നെയാണ് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടിയിരുന്നത്. മാർക്ക് റൂട്ട് ഉണ്ടായിരുന്നു മീറ്റിംഗിൽ, പക്ഷേ മാർക്കോ റൂബിയോ പങ്കെടുത്തില്ല. അപ്പോൾ അതിന് പകരം മാർക്ക് റൂട്ട് പറഞ്ഞത് നാറ്റോ രാജ്യങ്ങൾ വേണ്ടി വന്നാൽ റഷ്യക്കെതിരെ പടപൊരുതാൻ തയ്യാറാണെന്നാണ് നാറ്റോ മീറ്റിംഗിൽ അവർ പറഞ്ഞു വെച്ചത്. അപ്പം മാർക്കോ റൂബിയോ അമേരിക്കയിൽ നിന്ന് പറഞ്ഞത്, നിങ്ങൾ എന്ത് വെളിവുകേടാണ് പറയുന്നത്? പറഞ്ഞാൽ ഈ യുദ്ധം തുടങ്ങിയിട്ട് എത്ര കാലമായി? ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടതില്ലേ? ഈ രീതിയിൽ റഷ്യയും ഉക്രൈനും ഇങ്ങനെ തുടർന്ന് യുദ്ധം നടത്തിക്കൊണ്ടേ പോകുന്നതിൽ എന്ത് ലാഭമാണ്? അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അമേരിക്ക ഉക്രൈൻ ഇങ്ങനെ ആയുധങ്ങൾ കൊടുത്തോണ്ടേയിരുന്നാൽ മതിയോ? എത്ര കാലം കൊടുക്കും എന്നാണ് മാർക്കോ റൂബിയോ പറഞ്ഞു വെച്ചത്. തലയ്ക്ക് വെളിവുള്ള ഒരേ ഒരു അമേരിക്കക്കാരൻ ഈ മാർക്കോ റൂബിയാണ്. അയാളാണ് ഇത് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതിനകത്ത് പറയാൻ പോയി കഴിഞ്ഞാൽ ഇറ്റലിയിലെ ജോർജിയ മെലോണി അവർ പറഞ്ഞിരിക്കുന്നത് അവസാന നിമിഷം വരെ ഞങ്ങൾ ഉക്രൈനോടൊപ്പം നിൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരൊക്കെ എന്തറിഞ്ഞിട്ടാണ് ഇത് പറയുന്നത്? അവസാന നിമിഷം വരെ ഇവർ ഉള്ള ആയുധങ്ങൾ മൊത്തം കൊടുത്തോണ്ടിരിക്കുമോ? എന്നാൽ ഇറ്റലിയിലുള്ള ഒരു മനുഷ്യനെ പോലും യുദ്ധത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് സർവീസിന് വേണ്ടിയിട്ടോ ഉക്രൈനിലേക്ക് അയച്ചില്ല ഇറ്റലിയിലെ പ്രധാനമന്ത്രി. എന്നിട്ടാണ് ഉക്രൈനോടൊപ്പം നിൽക്കും എന്ന് പറയുന്നത്. എന്നാൽ റഷ്യയുടെ എണ്ണ എക്സാം മൊബൈൽ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥാപനം, ഇറ്റലിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം, ഇപ്പോഴും റഷ്യൻ എണ്ണ വാങ്ങിച്ച് റിഫൈൻ ചെയ്ത് വിറ്റോണ്ടിരിക്കുകയാണ്. അവരാണ് ഈ ഒരു ഇരട്ടത്താപ്പ് ഡയലോഗ് അടിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയും റഷ്യയും ഒരു സൈഡിൽ ചേർന്നുകൊണ്ട് സ്റ്റീവ് വിറ്റ്കോഫ്, ജെറാദ് കുഷ്ണർ ഉൾപ്പെടെയുള്ള ഒരു സംഘം അമേരിക്കൻ ടീം പുടിനെ മീറ്റ് ചെയ്തു. എവിടെ? മോസ്കോയിൽ, ക്രെംലിനിൽ വെച്ചിട്ട് പുടിനെ മീറ്റ് ചെയ്തു. കാര്യങ്ങളൊക്കെ തീരുമാനമാക്കി. 28 പോയിന്റിൽ ഒരെണ്ണം പോലും മാറ്റേണ്ടതില്ല. യൂറോപ്പ് ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു എഗ്രിമെന്റിനെ ഇല്ലാതാക്കാനും അതിലൂടെ നിൽക്കാൻ ഒരുങ്ങുന്ന ഈ ഒരു യുദ്ധത്തിനെ നിർത്താതെ മുന്നോട്ട് എങ്ങനെ നയിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അവർ 1 പോയിന്റ്, 2 പോയിന്റ്, 3 പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് എല്ലാം എടുത്ത് കളഞ്ഞിട്ട് പിന്നീട് വീണ്ടും യുദ്ധത്തിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. യൂറോപ്പിനോട് വേണമെങ്കിൽ റഷ്യക്ക് സെപ്പറേറ്റ് ആയിട്ട് യുദ്ധം ചെയ്യാം, ഉക്രൈനെ മാറ്റി നിർത്തിയിട്ട് യൂറോപ്പുമായിട്ട് വേണമെങ്കിൽ യുദ്ധം ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പുടിൻ തന്നെയാണ് നേരിട്ട് പറഞ്ഞത്. ഇതിലുപരിയായിട്ട് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ മാക്സിമം ഉക്രൈൻ വേണമെങ്കിൽ സംസാരിക്കാനുള്ള വോയിസ് ഉണ്ട്. ഈ ഫ്രാൻസ്, യൂറോപ്യൻ യൂണിയൻ, UK, നാറ്റോ രാജ്യങ്ങൾ, ഇവർക്കൊക്കെ എന്ത് റൈറ്റ്സ് ആണുള്ളത് ഇതിനകത്ത് സംസാരിക്കാൻ? ഒരു റൈറ്റും ഇല്ല എന്നാണ് ക്രെംലിൻ പറഞ്ഞു വെക്കുന്നത്. പുടിൻ പറയുന്നത് അങ്ങനെ തന്നെയാണ്. അത് എന്ത് റൈറ്റ് ആണുള്ളത്? ഓക്കെ, ലെറ്റ് സി, മാക്സിമം ഉക്രൈന് വേണമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്താം. പക്ഷേ യൂറോപ്പുമായിട്ട് റഷ്യക്ക് യുദ്ധമില്ല, നാറ്റോയുമായിട്ട് റഷ്യക്ക് യുദ്ധമില്ല, UK-യുമായിട്ട് റഷ്യക്ക് യുദ്ധമില്ല. പിന്നെ എന്തിനാണ് ഇവരൊക്കെ ഇടപെടുന്നത്?
അങ്ങനെ ഇവർക്കൊക്കെ ഇടപെടണം എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അവർ യുദ്ധം നടത്തിക്കോട്ടെ, ഞാൻ വേണമെങ്കിൽ അവരുമായിട്ട് സെപ്പറേറ്റ് യുദ്ധം നയിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം പിന്നെ പലരും പറയുന്നത് റഷ്യ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഉക്രൈനെ അങ്ങ് കീഴ്പ്പെടുത്താത്തതെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു ഇഗ്നോറൻസിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പം റഷ്യ പൂർണ്ണമായിട്ടും ഉക്രൈനെ കീഴടക്കി എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? പൂർണ്ണമായിട്ടും റഷ്യ ഉക്രൈനെ കീഴടക്കി, എന്താണ് സംഭവിക്കുക? അടുത്ത് പിന്നെ യുദ്ധം നോൺ സ്റ്റോപ്പ് ആണ് അല്ലേ? അത് യൂറോപ്പിലേക്ക് വ്യാപിക്കുകയാണ്. കാരണം പിന്നെ റഷ്യയുടെ ബോർഡർ എന്ന് പറയുന്നത് യൂറോപ്പാണല്ലോ. പോളണ്ട് ബോർഡർ ആവുകയാണ്, ഇപ്പുറത്ത് റൊമാനിയ ബോർഡർ ആവുകയാണ്, പല യൂറോപ്യൻ രാജ്യങ്ങളും ബോർഡർ ആവുകയാണ് റഷ്യക്ക്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു അൺസ്റ്റോപ്പബിൾ റേഞ്ചിലേക്ക് അത് പോകും. അത് ബുദ്ധിപരമായിട്ട് അറിയാവുന്ന പുടിന് ലാൻഡിന്റെ ആവശ്യമില്ല. റഷ്യക്ക് ഒരുപാട് ലാൻഡ് ഉണ്ട്. ലാൻഡ് പിടിച്ചടക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു യുദ്ധം. ഈ യുദ്ധം റഷ്യയെ നിങ്ങൾ ആക്രമിക്കരുത്, റഷ്യയുടെ മുറ്റത്ത് നാറ്റോ വന്ന് കയറരുതെന്ന് പറഞ്ഞിട്ടാണ് ഈ യുദ്ധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് റഷ്യക്ക് വേണ്ടത് എത്രയാണോ അവർക്ക് ഒരു ബഫർ സോണായിട്ട് കുറച്ച് ഏരിയ വേണം, അത് പിടിച്ചു വെച്ചിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അതിലുപരി അവർക്ക് വേണ്ടാത്തതുകൊണ്ടാണ്. വേണമെങ്കിൽ അവർക്ക് വീണ്ടും വീണ്ടും ഇത് കയറി പിടിക്കാൻ അറിയാം. അതുകൊണ്ടാണ് ഒരു പരിധിക്ക് വെച്ച് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഉക്രൈനെ മുഴുവനായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നോൺ സ്റ്റോപ്പ് യുദ്ധമായിട്ട് മാറുകയാണ്. അത് നല്ല രീതിയിൽ പുടിൻ അറിയാം. അതുകൊണ്ടാണ് പുടിൻ അങ്ങനെ ഒരു മാർഗരേഖ വരച്ച് ഒരു ലൈൻ ഇട്ട് അവിടെ നിൽക്കുന്നത്. അതൊരു സ്റ്റോപ്പ് ലൈനാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. യുദ്ധത്തിന് പല തന്ത്രങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ അതിനെ നോക്കിക്കാണാൻ. അപ്പോൾ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഉക്രൈൻ ഒരു മിഡിൽ പോർഷനിൽ നിൽക്കുകയാണ്. കാരണം ഈ യൂറോപ്പിനും റഷ്യക്കും ഇടയിൽ നിൽക്കുന്ന ആ ഒരു ബാരിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് ഉക്രൈനാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഉക്രൈനാണ് പൊളിറ്റിക്കൽ ടാക്ടിക്സ്, അത് വെച്ചിട്ടാണ് കളിക്കുന്നത്. ആ തുറുപ്പിച്ചിട്ട് മൊത്തത്തിൽ കൈയിട്ട് വാരി കഴിഞ്ഞാൽ പിന്നീട് മറ്റു പല രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരും. അത് ബുദ്ധിയുള്ളവർ ചിന്തിച്ച് ചെയ്യുന്ന പരിപാടിയാണ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് എന്താണോ ചെയ്യേണ്ടത് ആ മാർഗരേഖയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് റഷ്യ അവരുടെ യുദ്ധം നയിക്കുന്നത്. പിന്നെ മിഡിൽ ഈസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട് ലെബനാന്റെ ഗവൺമെന്റും, അതായത് ജോസഫ് ആവോന്റെ ലെബനാൻ ഭരിക്കുന്ന ലെബനാൻ ഗവൺമെന്റും ഇസ്രായേലും തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഈജിപ്തിൽ വെച്ച് നടക്കുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഹിസ്ബുള്ളയെ കുറിച്ചാണ് ഈ ഒരു ചർച്ച. അപ്പൊ അതിനിപ്പോൾ ലെബനാൻ എന്ത് പറയാണ്? ലെബനാൻ എന്ത് പറയാനാണ്? അപ്പം ഇസ്രായേൽ പറയുന്നത് നിങ്ങൾ ഹിസ്ബുള്ളയെ ഒന്ന് ഒതുക്കി നിർത്തൂ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അത് ഹിസ്ബുള്ളയ്ക്ക്, അത് ലെബനാൻ സർക്കാരിന് സാധ്യമല്ല. കാരണം പകുതിയിലേറെ സപ്പോർട്ട് ഉള്ളത് ഹിസ്ബുള്ളയ്ക്കാണ്. അപ്പൊ അതുകൊണ്ട് അത് സാധിക്കില്ല എന്നുള്ളത് ലെബനാൻ തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. അല്ലാതെ ലെബനാൻ എന്ത് പറയാനാണ്? ഇതിനകത്ത് ഇൻഡയറക്ട്ലി ലെബനാൻ പറഞ്ഞിട്ടുണ്ടാവുക, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ, അടിക്കുന്നെങ്കിൽ ഇസ്രായേൽ, നിങ്ങൾ ഹിസ്ബുള്ളയെ അടിക്കുന്നെങ്കിൽ അടിച്ചോ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് 2-3 സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇങ്ങനെ വിടും. ഇസ്രായേൽ ചെയ്യുന്നത് ശരിയല്ല, ഇസ്രായേൽ ലെബനാൻ വിട്ട് പോകണം എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഞങ്ങൾ പറയും. പക്ഷേ നിങ്ങൾ അത് കേൾക്കാതെ മാതിരി വിട്ടിട്ട് നിങ്ങൾ ഹിസ്ബുള്ളയെ അങ്ങ് തകർത്ത് വെച്ച് അടിച്ചോ എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. അത് മാത്രമാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് റഫ ഭാഗത്തുള്ള തുരങ്കത്തിൽ നിന്നും കുറച്ച് പേര് പുറത്തു വന്നായിരുന്നു. അപ്പോൾ അത് ഇസ്രായേൽ ഒരു അറ്റാക്ക് നടത്തി ആ പുറത്തു വന്ന ആൾക്കാരെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഹമാസിന്റെ അബു ഹമദ് എന്ന് പറഞ്ഞ ഒരു നേതാവിന്റെ, ലീഡറിന്റെ, ഈ ഇമേജിൽ കാണിക്കുന്ന ഈ വ്യക്തിയുടെ മകൻ അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അയാളും കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാർത്ത വന്നിട്ടുണ്ട്. അതായത് ഹമാസിന്റെ വളരെ വളരെ ഉന്നത നിലയിലുള്ള ആൾക്കാരുടെ മക്കളും ഉന്നത നിലയിലുള്ള ആൾക്കാരും എല്ലാം തന്നെ തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ താലിബാൻ പ്രതിനിധികളും പാകിസ്ഥാന്റെ റെപ്രസെന്റേറ്റീവും ഇവിടെ സൗദി അറേബ്യയിൽ വെച്ചിട്ട് കൂടിക്കാഴ്ച. എന്താണെന്ന് പറഞ്ഞാൽ ഒരു സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കാൻ വേണ്ടിയിട്ട് സൗദി ശ്രമിക്കുകയാണ്. ഖത്തർ ശ്രമിച്ച് പരാജയപ്പെട്ടു, ഇനിയിപ്പോൾ സൗദി അറേബ്യ ശ്രമിക്കുകയാണ്. ഇതിപ്പോൾ എന്താവും നമുക്കറിയില്ല. എന്തായാലും ചർച്ചകൾ തുടരുന്നുണ്ട്. ഇനി ഡൽഹിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്, അത് നമുക്ക് പറയാതെ പോകാൻ പറ്റത്തില്ല. അപ്പം ഡൽഹി പൊട്ടിത്തെറിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മൗലാന എന്ന് പറഞ്ഞൊരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൗലാന മുഹമ്മദ് ആസിം ഖാസിം എന്നാണ് ഇവന്റെ പേര്. ഇവനും ഒരു ഭീകരൻ തന്നെയാണ്. ഇവനും ഒരു മൗലവിയാണെന്നാണ് പറയുന്നത്. ഇവൻ ഈ ബ്രെയിൻ വാഷ് ചെയ്യുന്നതിൽ വളരെ മിടുക്കനാണ്. ഈ ഡൽഹിയിൽ പൊട്ടിത്തെറിച്ചല്ലോ ഉമർ നബി എന്ന് പറഞ്ഞ തീവ്രവാദി, ആ തീവ്രവാദിയുമായിട്ട് ലാസ്റ്റ് മിനിറ്റ് വരെ ഇവനാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളൊരു വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് NIA ഇപ്പോൾ ഇവനെ തൂക്കിയെടുത്ത് അകത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇവന് നല്ല രീതിയിൽ ഇടി കൊടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ഇനി ഫർദർ ആയിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരത്തുള്ളൂ. അതുപോലെ തന്നെ രാജസ്ഥാനിൽ നിന്ന് ഒരുത്തിനെ പൊക്കിയിട്ടുണ്ട്. ഇവൻ പാകിസ്ഥാനിന് വളരെ ഓപ്പൺ ആയിട്ട് ISIയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് വയർലെസ് ഫോണിൽ ഇവൻ ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ പ്രകാശ് സിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാജസ്ഥാനിൽ നിന്നാണ് ഇവനെ പൊക്കിയിരിക്കുന്നത്. ഇവനും ഈ ഡൽഹിയിൽ പൊട്ടിത്തെറി കേസുമായിട്ട് ബന്ധമുള്ള വ്യക്തിയാണെന്നുള്ള ഡൗട്ട് ഉണ്ട്. കാരണം ഇതിൽ അറസ്റ്റിലായ ആൾക്കാരെ ചോദ്യം ചെയ്തതിലാണ് ഇവന്റെ വിവരം കിട്ടിയിട്ട് ഇവനെ പോയി പൊക്കിയിരിക്കുന്നത്. അതുപോലെ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൽ താഴെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കുറെ ഫിഷിംഗ് ബോട്ടിൽ ഒരു 15 പേര് ഇല്ലീഗലായിട്ട് ഇന്ത്യക്കുള്ളിൽ കടന്നു കയറാൻ വേണ്ടിയിട്ട് ശ്രമിച്ച സാഹചര്യത്തിൽ അവരെ തൂക്കിയെടുത്തിരിക്കുകയാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. അവരെ വരുന്ന വഴിക്ക് തന്നെ അങ്ങനെ ചെവിക്ക് പിടിച്ച് അങ്ങനെ തന്നെ വെസ്റ്റ് ബംഗാളിലൂടെ കൊണ്ടുവന്ന് ആ ബംഗ്ലാദേശിന്റെ ബോർഡറിലേക്ക് അങ്ങനെ ചവിട്ടി തള്ളി അങ്ങ് നീക്കി വിട്ടിരിക്കുകയാണ്. എത്ര ശ്രമിച്ചാലും ഇവന്മാർ ഇങ്ങനെ ഇഴഞ്ഞിങ്ങനെ കയറി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ പുടിൻ ഇന്ത്യ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയ്ക്ക് നല്ല അസ്വസ്ഥതയുണ്ട്. ചൈന അതുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കും. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഫ്രാൻസിനെയൊക്കെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ചൈന അമേരിക്ക ബന്ധങ്ങളൊക്കെ കൂടുതൽ ശക്തമായിരിക്കുന്നു എന്നുള്ള നിലയിലുള്ള പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ കാണിച്ചു തുടങ്ങുന്നുണ്ട്. ചൈന ഇന്നലെയാണ് അമേരിക്കയ്ക്ക് റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പോർട്ടിംഗ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇഷ്യൂ ചെയ്തത്. അത് മറ്റുള്ള രാജ്യങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ, റീ എക്സ്പോർട്ടിംഗ് പാടില്ല എന്ന് പറഞ്ഞിട്ട്. അതേപോലത്തെ ഒരു സർട്ടിഫിക്കറ്റ് അമേരിക്കയ്ക്കും കൊടുത്തിട്ടുണ്ട്. അമേരിക്കയ്ക്ക് വരെ ചൈന റെയർ എർത്ത് എലമെന്റ്സ് റീ എക്സ്പോർട്ടിംഗ് ചെയ്യരുതെന്ന് പറഞ്ഞുള്ള സർട്ടിഫിക്കറ്റ് ആണ് അമേരിക്കയ്ക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അത് അമേരിക്കയിൽ നിന്ന് സൈൻ ചെയ്ത് തിരികെ വരണം. തിരികെ വന്നാലേ ഈ റെയർ എർത്ത് എലമെന്റ്സ് എക്സ്പോർട്ടിംഗ് നടക്കുള്ളൂ.
ഇതൊക്കെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തിടുക്കിട്ട രീതിയിലാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് ചൈന. ആയിട്ടും ഇനി റഷ്യയുമായിട്ടും ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള മെസ്സേജാണ് ചൈനയും കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ത്യക്ക് ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജി ഉൾപ്പെടെയുള്ള ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് വല്ലാത്ത രീതിയിൽ ചൈനയെ ചൊടിപ്പിക്കും. ചൈനയ്ക്ക് ഒട്ടും താല്പര്യമില്ലാത്ത വിഷയം കൂടിയാണ്. അമേരിക്കയ്ക്ക് F-35 അമേരിക്കയുടെ പക്കൽ നിന്ന് വാങ്ങിക്കുന്നില്ല. ചെറിയ ചെറിയ ചില്ലറ ഓർഡറുകൾ മാത്രമാണ് ഇന്ത്യ അമേരിക്കയ്ക്ക് തരുന്നത്. വലിയ ബൾക്കായിട്ടുള്ള ഓർഡറുകളൊക്കെ ഇന്ത്യ മറ്റു രാജ്യങ്ങൾക്കാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു വിഷമം അല്ലെങ്കിൽ ഇന്ത്യയോടൊരു ദേഷ്യം അമേരിക്കയ്ക്കുണ്ട്. അതിലുപരിയായിട്ട് ചൈനയാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയെക്കാളും വൈരാഗ്യ ബുദ്ധിയോടുകൂടി പുടിന്റെ ഇന്ത്യ വിസിറ്റിനെ വളരെ ഗൗരവകരമായി നോക്കിക്കാണുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം വേറൊന്നുമല്ല, എഞ്ചിൻ ടെക്നോളജി. ഈ എഞ്ചിൻ ടെക്നോളജി ഇന്ത്യക്ക് തന്നു കഴിഞ്ഞാൽ, അത് പ്രത്യേകിച്ച് എയർക്രാഫ്റ്റ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പാസഞ്ചർ എയർക്രാഫ്റ്റ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി തന്നെ കരാർ എഗ്രീഡ് ആണ്. അതുപോലെ തന്നെ ഈ ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജി, പ്രത്യേകിച്ച് Su-57 ടെക്നോളജി. അപ്പോൾ ഈ രീതിയിൽ ഇന്ത്യക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ മതി, ഇന്ത്യ അതിനെ ഡെവലപ്പ് ചെയ്ത് അങ്ങ് പെരുപ്പിച്ചെടുത്തോളും. ISRO ഒക്കെ ഇപ്പോൾ എങ്ങനെ പ്രവർത്തിക്കുന്നു? അപ്പോൾ ISROയ്ക്കൊപ്പം റഷ്യയുടെ റോസ്കോസ്മോസ് പോലും ഇപ്പോൾ ആ ലെവലിൽ എത്തിയിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ ISRO എങ്ങനെയാണ് ഡെവലപ്പ് ആയത്? അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ Su-57 ഇപ്പോൾ Su-57 2 സ്ക്വാഡ്രൺ റഷ്യയുടെ പക്കൽ നിന്ന് വാങ്ങുന്നതും Su-57 എഞ്ചിൻ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ടെക്നോളജി ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള സംഗതികൾ ഇന്ത്യക്കുള്ളിൽ നമ്മൾ കൊണ്ടുവരുന്നതും ഇപ്പം നമ്മൾ നടത്തുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കരുതിയാൽ മതി. ശരിക്കും പറഞ്ഞാൽ അത് ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് നമുക്ക് നോക്കി കാണാൻ കഴിയുന്നത്. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കരുതിക്കൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്കുള്ളിൽ നമ്മൾ ഇത് അഡോപ്റ്റ് ചെയ്യുക തന്നെ വേണം. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്, കാരണം ഇപ്പം നമുക്ക് വേറെ ഒന്നുമില്ലല്ലോ, വേറെ മാർഗ്ഗങ്ങളില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഗ്രാബ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, F-35 വാങ്ങിക്കുന്നു, എന്താണ് സംഗതി? അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെക്നോളജി നമുക്ക് കിട്ടത്തില്ല. മെയിൻ്റനൻസിന് ഉൾപ്പെടെ അതിന്റെ പാർട്സുകൾക്കും കംപ്ലീറ്റ് കാര്യങ്ങൾക്കും അതിന്റെ ഓപ്പറേഷൻസിന് വരെ അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരിക്കും അത് പ്രവർത്തിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സാധനമാണോ വേണ്ടത്? ഇല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ടെക്നോളജി ട്രാൻസ്ഫർ തന്നുകൊണ്ട് ഇന്ത്യക്ക് ഫുൾ നിർമ്മാണ സ്വാതന്ത്ര്യം, ഫ്രീഡം എല്ലാം കൂടി തന്നുകൊണ്ട് അതിന്റെ സോഴ്സ് കോഡ് വരെ തരാൻ തയ്യാറായിരിക്കുന്ന റഷ്യയുടെ ഈ ഒരു സംഗതി നമ്മൾ ഏറ്റെടുക്കണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടത്. കുറെ വിലപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഉടനീളം ഈ എപ്പിസോഡിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.